അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം, ഞാനില്ല. സംശയമില്ല. ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് എത്ര ക്ലിയറായി. അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് അടുത്ത് തങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്. എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. രാജ്യസഭാ സീറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ലീഗ് ആ ചർച്ചയിലേക്ക് കടന്നോ? പുതുമുഖങ്ങൾക്കായിരിക്കും ഇത്തവണ അവസരം. ലീഗ് ആ ചർച്ചയിലേക്ക് പോയില്ല, പക്ഷെ നിങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. അതാണ് കുഴപ്പം. നിങ്ങളുടെ സംശയം ഞാൻ മെനക്കെട്ടിട്ട് ഞങ്ങൾക്ക് മെനക്കെട്ടിട്ട് തീർത്തു തരാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല. തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ. കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനമെടുക്കും ആ കാര്യത്തിൽ. പക്ഷേ നിങ്ങളതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി. നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 2 സീറ്റിൽ മുതിർന്ന നേതാക്കളായിരുന്നു മത്സരിച്ചിരുന്നത്. അപ്പം യുവാക്കൾ വരണം എന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ അത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യസഭയിലേക്ക് താങ്കൾ പോകുമെന്നൊരു ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. ഞാൻ പോകുന്നു. അതിന് മറുപടി പറയാം. ഞാനിത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി. അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാരപരിധിപ്പെട്ട ഒരു കാര്യമല്ല, തങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല. നിങ്ങൾ പിന്നെയും അതിനെപ്പറ്റി മറുപടി പറയാൻ അതിന് കഥകളുണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം, ഞാനില്ല. സംശയമില്ല. ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് എത്ര ക്ലിയറായി. അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡൻ്റ് അടുത്ത് തങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്. എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. ഞാൻ ഏതായാലും അതൊക്കെ ഇനിയിപ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തീരുമാനിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയുള്ളൂ. അതിനുമുമ്പ് എനിക്കും അറിയില്ല. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യം വീണ്ടും ഉന്നയിക്കുമോ വയനാട്ടിൽ? അതിന് സാധ്യതയില്ല. അങ്ങനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു തീരുമാനം ആയതാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അത് നമ്മൾ ഒരു പിന്നെ ചർച്ചയ്ക്ക് വിടേണ്ട കാര്യമില്ല. അതുപോലെ അതിനെപ്പറ്റി ഇനി ഒരു പിന്നെ സംശയം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. UDF തലത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായതാണ്. ഈ ലീഗിന് രാജ്യസഭയാണ്. രാജ്യസഭയിലേക്ക് സമയമാകുമ്പോൾ തങ്ങൾ ആളെ പ്രഖ്യാപിക്കും. ഞാനില്ല എന്ന് പറയാനുള്ള സമ്മതം ഞാൻ തങ്ങളിരുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഇപ്പം നല്ലതെന്താ അറിയോ? ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ ഗാസി ഫൗണ്ടേഷൻ്റെ പരിപാടിയാണല്ലോ. തങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. ബാക്കി നിങ്ങൾ തങ്ങളോട് ചോദിച്ചാൽ മതി. ഞാൻ തങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ പത്രക്കാരെന്നെ കാത്തിക്കണ്. മിക്കവാറും ഞാൻ രാജ്യസഭയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും. ഇല്ല എന്ന് ഞാനൊന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ തങ്ങളോട്